ഇത്രയും നാളെനിക്ക് സത്യം പറഞ്ഞാൽ മോഡിജിയോട് ഒരു അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ധൈര്യവാനല്ലെന്നും അദ്ദേഹത്തിൻ്റെ 56 ഇഞ്ച് നെഞ്ച് ഒരു ഒറിജിനൽ അല്ലെന്നും ഒക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നത് എല്ലാം ഇപ്പം മാറി, ശുഭകരമായി. കാരണം അമേരിക്കയെ വിരട്ടി വരച്ച വരയിൽ നിർത്തി അമേരിക്കയെ കൊണ്ട് സമ്മതിപ്പിച്ചു. എന്താ സമ്മതിപ്പിച്ചത്? 35 ദിവസം 40 ദിവസത്തേക്ക് ഇന്ധനം വാങ്ങാൻ റഷ്യയിൽ നിന്ന് വാങ്ങിക്കൊള്ളാൻ അമേരിക്ക സമ്മതിച്ചു. ആരെ സമ്മതിച്ചു? സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായ ഇന്ത്യയെ അനുവദിച്ചുകൊണ്ട് അമേരിക്കയുടെ ട്രഷറി വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചു. സാധാരണ സംസ്ഥാനങ്ങൾ എന്തെങ്കിലുമൊക്കെ ചില സംഗതികൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി വാങ്ങി ഉത്തരവ് വാങ്ങാറുണ്ട്. മെഗാ പ്രോജക്ട്സിനൊക്കെ. ഇപ്പം നമ്മൾ പറയുന്നത് പോലെ നമ്മുടെ നാട്ടിലൊക്കെ നടത്തുന്ന മെട്രോ റെയിൽ പോലെ, ഹൈ സ്പീഡ് റെയിൽ കോറിഡോർ പോലെ ഒക്കെയുള്ള സംഗതികൾക്ക് കേന്ദ്രാനുമതി കിട്ടിയില്ല എന്നൊക്കെ നിങ്ങൾ വാർത്ത കാണാറില്ലേ? അതുപോലെ നമ്മുടെ മോഡിജിക്ക് അനുമതി കൊടുത്തിരിക്കുകയാണ്. ആര്? ട്രംപ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എണ്ണ വാങ്ങിച്ചോളൂ, ഞാനൊരു യുദ്ധത്തിലാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് തൽക്കാലം അവിടെ നിന്ന് വാങ്ങാൻ അനുമതി തന്നിരിക്കുന്നു. സാധാരണ പറയാറുണ്ട് അമേരിക്കയുടെ 51ാമത്തെ സ്റ്റേറ്റാണ് ഇസ്രയേലെന്ന്. യഥാർത്ഥത്തിൽ നമ്മൾ നാടൻ ഭാഷയിൽ പറയില്ലേ, നമ്മൾ ഇന്ത്യക്കാരായ ജനങ്ങൾ മുഴുവൻ ഒരുമിച്ച് അങ്ങ് ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ് ഈ ഉത്തരവ്. ഏതാണ്ട് നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന അധിനിവേശത്തെ കീഴ്പ്പെടുത്തി ഈ സായിപ്പന്മാരെ ഈ രാജ്യത്ത് നാട്ടിപ്പായിച്ച് സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി സ്വയം പ്രഖ്യാപിച്ച് ഭരണഘടനയുണ്ടാക്കി അതിൻ്റെ പരമാധികാരവും അസ്തിത്വവും നമ്മുടെ മേലാണെന്ന് പ്രഖ്യാപിച്ച് സ്വയം അഭിമാനബോധത്തോടെ നിന്നൊരു രാജ്യമാണ്. ഈ രാജ്യത്തെ പ്രധാനമന്ത്രിമാർക്ക് ഭീരുക്കളാണെന്നും നെഞ്ചിന് വീതിയില്ലെന്നും കരുത്തും ഒക്കെ ഉള്ള ആൾ വന്നെങ്കിലേ ഇത് പരിഹരിക്കാനൊക്കെ ഉള്ളൂന്നും നെഞ്ചു വിരിച്ച് നിൽക്കുന്നതാണ് ഉചിതം എന്നൊക്കെ പറഞ്ഞ് രംഗത്തിറങ്ങിയിട്ട് ഇപ്പോൾ കാണുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ വെറും കളിപ്പാവയായി അവർ പറയുന്നത് മാത്രം അനുസരിക്കാൻ വിധിക്കപ്പെട്ടൊരു രാജ്യമായി. നമ്മുടെ നയങ്ങളും നമ്മുടെ നിലപാടുകളും, നമ്മൾ എവിടെ നിന്ന് എണ്ണ വാങ്ങണം, നമ്മുടെ ഇറക്കുമതി നയം എന്താണ്, നമ്മുടെ കയറ്റുമതി നയം എന്താണെന്ന് ഈ വിടുവായനായ ഡൊണാൾഡ് ട്രംപ് പറയുന്നതിനനുസരിച്ച് രൂപപ്പെടുത്തുന്ന ഒരു രാജ്യമായി നമ്മൾ മാറിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ സുവ്യക്തമായ തെളിവാണ് അമേരിക്ക നമുക്ക് നൽകിയിരിക്കുന്ന അനുമതി. നമ്മുടെ രാജ്യത്ത് യുദ്ധത്തിൻ്റെ സാഹചര്യം അനുസരിച്ച് നമ്മുടെ രാജ്യം എണ്ണ വാങ്ങിക്കുന്നതിന് എന്തിനാണ് അമേരിക്ക അനുമതി നൽകേണ്ടത്? എന്ത് ധാരണയാണത്? നാളുകളിൽ നമ്മൾ എവിടെ നിന്ന് യുദ്ധവിമാനം വാങ്ങണം, നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കയറ്റുമതി എന്തായിരിക്കണം, നമ്മുടെ ഇറക്കുമതി എന്തായിരിക്കണം എന്ന തരത്തിൽ അമേരിക്കൻ റിമോട്ട് ഭരണത്തിന് ഇന്ത്യ എന്നൊരു മഹാരാജ്യത്തെ വർഷങ്ങൾ കൊണ്ട് നേടിയെടുത്ത ഒരസ്തിത്വത്തെ അതിനെ കൊണ്ടുപോയി പണയം വെക്കുമ്പോഴും ഇതുപോലെ ആഘോഷിക്കാൻ പറ്റിയ ഒരാളില്ലെന്നും സ്വയം പറഞ്ഞ് ആശ്വസിക്കുന്നവരെ എന്ത് പറയണം? ഇനിയിപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ പണിക്കരുടെയൊക്കെ വാചകങ്ങൾ നമുക്ക് കേൾക്കാം, വിശദീകരണങ്ങൾ കേൾക്കാം. നമ്മുടെ പ്രധാനമന്ത്രിയുടെ കരുത്ത്, അതായത് അമേരിക്കയെ കൊണ്ട് മുട്ടുമടക്കിച്ച് ഇതുപോലൊരു ഉത്തരവിറക്കിയ ഒരു പ്രധാനമന്ത്രി വേറെ ഉണ്ടോ എന്ന് ചോദിക്കുന്ന പോസ്റ്റുകൾ കാണാം. അത്തരം ആളുകൾ ധാരാളമുണ്ട്. ഇപ്പോൾ അതൊന്നും പ്രശ്നമല്ലല്ലോ. ദേ ഒരു കേന്ദ്രമന്ത്രിയുടെ സ്ഥിതി കണ്ടോളൂ. മെട്രോയും എയിംസും ഒക്കെ നമുക്ക് പിന്നെ ചർച്ചിക്കാം കേട്ടോ. നമുക്ക് അടിസ്ഥാന ജീവിത തത്വങ്ങൾ, അതിൽ ആമ എന്താണ്, ആമയുടെ മുട്ട എന്താണ്, തേങ്ങ എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ തൽക്കാലം ചർച്ച ചെയ്യേണ്ടത്. ശരി, ഇതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, ബൈ ബൈ.